അപ്പോൾ അത് ആരെങ്കിലും അധ്യാപകരുടെ കുഴപ്പമൊന്നുമില്ല. പക്ഷെ നമ്മുടെ കുഞ്ഞുങ്ങൾ കളിച്ച് ഇതിൻ്റെ മുകളിലൊക്കെ ചെന്ന് കയറുമ്പോൾ ഇത്രയും ആപൽക്കരമായിട്ടുള്ള സംഭവങ്ങൾ ഉണ്ടാകുമോ എന്ന് നമുക്കറിയുമോ? നമ്മളൊക്കെ അന്തിച്ചു പോകും. ഒരു കുഞ്ഞ് രാവിലെ സ്കൂളിൽ ഒരുങ്ങിപ്പോയ കുഞ്ഞാണ്, ആ കുഞ്ഞ് മരിച്ച് തിരിച്ചു വരുന്നൊരവസ്ഥ. ഒരുപക്ഷെ നമുക്ക് അധ്യാപകരെ നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല. നമ്മുടെ കുഞ്ഞുങ്ങൾ അവിടെ കയറരുതെന്ന് സഹപാഠികൾ പറഞ്ഞിട്ട് പോലും അവൻ അതിനകത്ത് വലിച്ചു കയറി എന്നുള്ളതാണ് നമുക്കറിയുവാൻ. അങ്ങനെയുള്ള നിരന്തരം സംഭവങ്ങളാണ്. വെള്ളം എവിടെ കണ്ടാലും ഇന്ന് കുഞ്ഞുങ്ങളെല്ലാം കൂട്ടായി ചേർന്ന് വെള്ളത്തിൽ പോവുകയാണ്. റിയ ബേബി വിവരങ്ങളുമായിട്ടുണ്ട്. റിയ, മന്ത്രി അവസാനം പറഞ്ഞ കാര്യം, വെള്ളം എവിടെ കണ്ടാലും വെള്ളത്തിലേക്ക് കൂട്ടമായി കയറി ചേർന്ന് പോകുന്നു എന്നൊക്കെ നമുക്ക് കുട്ടികളെ ഉപദേശിക്കാം, അതൊക്കെ നല്ല കാര്യമാണ്. പക്ഷേ മന്ത്രി ഏതു സാഹചര്യത്തിൽ എന്തു തരത്തിലുള്ള ഒരു പ്രതികരണമാണ് നടത്തിയത്? ന്യായീകരണമെന്നോ എന്താണ് ഇതിനെ പറയേണ്ടതെന്നാണ്. ഇങ്ങനെ ഈ കുടുംബത്തിന്റെ ഈ കണ്ണീർ കാഴ്ചകൾ കാണുമ്പോൾ ആർക്കും ഒന്നും പറയാൻ പറ്റാത്ത നിമിഷത്തിലാണ് മന്ത്രി ഇങ്ങനെ ന്യായീകരിക്കുന്നത്. എവിടെയാണിത്? അക്ഷയ്, ഇത് CPIയുടെ എറണാകുളം ജില്ലയിലെ വനിതാ സംഗമ വേദിയിലാണ് മന്ത്രി ജെ ചെഞ്ചുറാണി പങ്കെടുത്തത്. അത് പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിക്കുമ്പോഴാണ് കൊല്ലം ജില്ലയിൽ നിന്ന് തന്നെയുള്ള മന്ത്രിയുടെ ഭാഗത്തു നിന്ന് ഇങ്ങനെ ഒരു പ്രസ്താവന വന്നത് എന്നുള്ളതാണ്. ഇവിടെ മന്ത്രി ആ സംഭവത്തിൽ ദുഃഖം രേഖപ്പെടുത്തുന്നുണ്ട്. അതിനുശേഷം മന്ത്രി പറഞ്ഞു വെക്കുന്ന ചില വാക്കുകളിലാണ് പ്രശ്നമുള്ളത്. അതായത് ഈ സംഭവത്തെ മന്ത്രി ലഘൂകരിക്കുന്നു എന്നുള്ളിടത്താണ് പ്രശ്നം വരുന്നത്. ഈ വിദ്യാഭ്യാസ വകുപ്പടക്കം ചില വീഴ്ചകൾ സംഭവിച്ചിട്ടുണ്ട് എന്ന പ്രാഥമിക റിപ്പോർട്ട് നൽകിയ ഒരു സംഭവമാണ്. അവിടെയാണ് അധ്യാപകരുടെ വീഴ്ചയില്ല എന്ന് പറയും, അധ്യാപകരെ കുറ്റം പറയാൻ കഴിയില്ലല്ലോ എന്ന് പറയുകയും ചെയ്തുകൊണ്ട് സഹപാഠികൾ വിലക്കിയിട്ടും ആ കുട്ടി അവിടെ വലിച്ചു കയറുകയായിരുന്നു എന്ന വാക്കുകൾ മന്ത്രിയുടെ ഭാഗത്തുനിന്ന് വരുന്നത്. മാത്രമല്ല, ഇതിന്റെ ആദ്യ ഭാഗത്ത് മന്ത്രി പറഞ്ഞു തുടങ്ങുന്നത് കുട്ടികൾ കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, വെറുതെയുള്ള കളിയായിരുന്നില്ല, അത് പന്ത് കളി ആയിരുന്നില്ല, അത് ചെരുപ്പ് എറിഞ്ഞുകൊണ്ടുള്ള കളിയായിരുന്നു എന്ന് പറഞ്ഞ് മന്ത്രി തുടങ്ങുകയായിരുന്നു. പിന്നീട് ഈ സംഭവത്തിൽ മന്ത്രി ദുഃഖം പ്രകടിപ്പിക്കുന്നുണ്ട്. അതിനുശേഷമുള്ള വാക്കുകളിലാണ് അധ്യാപകരെ കുറ്റം പറയാൻ പറ്റില്ല, അധ്യാപകരുടെ കുറ്റമൊന്നുമല്ലല്ലോ ഇത്, വിദ്യാർത്ഥികൾ സഹപാഠികൾ തടുത്തിട്ടും ആ കുട്ടി അവിടെ വലിച്ചു കയറുകയായിരുന്നു എന്ന തരത്തിൽ മന്ത്രി പറഞ്ഞ് അവസാനിപ്പിക്കുകയും ചെയ്തത്. അത് വിദ്യാഭ്യാസ വകുപ്പും അതോടൊപ്പം തന്നെ വൈദ്യുതി മന്ത്രിയും ഒക്കെ അതിൽ വീഴ്ചകൾ സംഭവിച്ചിട്ടുണ്ട്, അത് അന്വേഷിക്കും, ആരാണ് കുറ്റക്കാരെന്ന് കണ്ടെത്തി അവർക്കെതിരെ നടപടി എടുക്കുമെന്ന് പറഞ്ഞു വെക്കുന്നിടത്താണ് ഈ അധ്യാപകരുടെയോ സ്കൂളിന്റെ വീഴ്ചയല്ലല്ലോ. അന്വേഷണത്തെ പറ്റി മന്ത്രി പറയേണ്ടുന്നതാണ്, ഇതിൽ ദുഃഖം രേഖപ്പെടുത്തുന്നത്. അതും സ്വാഭാവികമായിട്ടും ജനം പ്രതീക്ഷിക്കുന്നതാണ് ഒരു ഉത്തരവാദിത്തപ്പെട്ട മന്ത്രിയിൽ നിന്ന്. പക്ഷേ അതിനപ്പുറത്തേക്ക് മന്ത്രി പറഞ്ഞതൊക്കെ കടന്നുപോയി എന്നുള്ളതാണ്. അത് ഒട്ടും സാഹചര്യത്തിന് സന്ദർഭത്തിന് ചേർന്ന രീതിയിലുള്ള പരാമർശമല്ല മന്ത്രിയുടെ ഭാഗത്ത് നിന്നുണ്ടായത് എന്നുള്ളതാണ്.